അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 32ാമത് കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവിൻ്റെ വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ വർഷം ജില്ലാ സാഹിത്യോത്സവ് ചർച്ചയ്ക്ക് വെച്ച വിഷയം എന്ന് പറയുന്നത് വരാന്ത എന്നുള്ളതാണ്. വരാന്ത എന്ന് പറയുമ്പോൾ വീടിൻ്റെ പുറംഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. വീട് എന്ന് പറയുന്നത് ഉടമസ്ഥതയുടെയും അധികാരത്തിൻ്റെയുമാണെങ്കിൽ വരാന്ത കേവലം അതിൻ്റെ അതിര് മാത്രമാണ്. പ്രകൃതിയുടെ മഴയോ ചൂടോ തണുപ്പോ പൂർണ്ണമായും ഏൽക്കാത്ത ഒരിടം, നമുക്ക് അത്ര പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റാത്ത ഒരിടമാണ് വരാന്ത എന്ന് പറയുന്നത്. സമാനമാണ് സമൂഹത്തിലെ ചിലരുടെ സ്ഥാനം എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ തണുപ്പോ മഴയോ ചൂടോ പൂർണ്ണമായും അനുഭവിക്കാത്തവർ, അവരുടെ യാഥാർത്ഥ്യവുമായി അവർ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അടിച്ചമർത്തപ്പെട്ട ചിലർ, വരാന്തവൽക്കരിക്കപ്പെട്ട ചിലരെന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനെ വരാന്തവൽക്കരിക്കപ്പെട്ട അരുകവൽക്കരിക്കപ്പെട്ട അനേകായിരം മനുഷ്യരെ കുറിച്ച് കൂടിയാണ് ഈ വർഷത്തെ ജില്ലാ സാഹിത്യോത്സവ്. ദുരിതത്തെക്കുറിച്ച് വളരെ വിശാലമായി അതിൽ പറയുന്നുണ്ട്. നമുക്ക് എൻമകജ പുസ്തകം വായിക്കുമ്പോൾ, എൻമകജ ഗ്രാമത്തിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള ഓരോ വീടുകളിലേക്കും നമുക്ക് കയറി ചെന്നാൽ ഉടല് ചെറുതായ തല വീർത്ത ചുവപ്പ് നാടയിൽ കുരുങ്ങിയ അനേകായിരം വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ കൂടിയാണ് ജില്ലാ സാഹിത്യോത്സവ് ചർച്ച വെക്കുന്നത്. നമ്മളോട് ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് രവീന്ദ്രൻ പാടി സർ, അതേപോലെ തന്നെ സുലൈമാൻ കരിവള്ളൂർ, ഇവരെ ആദരപൂർവ്വം ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി രവീന്ദ്രൻ സാറ് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. SSF ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ സെഷനിൽ വന്നു ചേർന്ന എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മുടെ മോഡറേറ്റർ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകിക്കഴിഞ്ഞു. അരിക് വൽക്കരിക്കപ്പെടുന്നവർ എന്നതാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം. എന്നോടൊപ്പം ഈ ചർച്ചയിൽ സുലൈമാൻ സക്കാഫി ഉസ്താദ് കൂടി പങ്കെടുക്കുന്നുണ്ട്. അരിക് വൽക്കരണം എന്ന് ഞാൻ പറയുമ്പോൾ അത് മുഖ്യധാരയിലില്ലാത്ത ഒരു സൈഡിലേക്ക് മാറ്റിവെക്കപ്പെട്ട ജനങ്ങളെക്കുറിച്ചിട്ടാണ് പൊതുവെ ഉദ്ദേശിക്കുന്നത്. ഈ അരികുവൽക്കരണം ചരിത്രത്തിൽ പല രാജ്യങ്ങളിലായി, പല ദേശങ്ങളിലായി, പല കാലങ്ങളിലായി എന്നും നിലനിൽക്കുന്നൊരു സംഗതിയാണ്. വിശ്വാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും അങ്ങനെ പല ഘടകങ്ങളുടെയും പേരിൽ എത്രയോ കാലമായിട്ട് ലോകത്ത് പല ഭാഗത്തും ഈ അരിക് വൽക്കരണം ഉണ്ടായിട്ടുണ്ട്. കറുത്തവർ വെളുത്തവർ എന്ന പേരിൽ, നിറത്തിൻ്റെ പേരിലുള്ള അരികുവൽക്കരണം ഉണ്ടായിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ പേരിലുള്ള അരികുവൽക്കരണം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അരികുവൽക്കരണം, അതുപോലെ തന്നെ കായിക ശേഷിയുള്ളവനും അതില്ലാത്തവനും, അങ്ങനെ പലതരത്തിലും നാം ജീവിക്കുന്ന ഈ ലോകത്ത് ആളുകളെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ പിന്തള്ളപ്പെടുന്നവരെ അതല്ലെങ്കിൽ മാറ്റി നിർത്തുന്നവരെ ചേർത്ത് നിർത്തിയത് നമ്മുടെ മനുഷ്യത്വപരമായ ചില സമീപനങ്ങളും ചില സംഹിതകളും ചില ഭരണപരമായ ചില ക്രമീകരണങ്ങളും ഒക്കെ കൊണ്ടാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്ക്, ഇന്ത്യയിൽ ഈ ദളിത്, പട്ടികജാതി, പട്ടികവർഗം, ഹരിജൻ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളെ
സ്വതന്ത്ര ഇന്ത്യ ചേർത്ത് നിർത്തിയത് അവർക്ക് ഭരണഘടനയിൽ തന്നെ പ്രത്യേകം ചില സംവരണങ്ങളും അവകാശങ്ങളും ഉറപ്പു നൽകിക്കൊണ്ടാണ്. അപ്പോൾ അത് ഇന്നും തുടരുന്നുണ്ട്. റിസർവേഷൻ എന്ന് നമ്മൾ പറയും. ജോലിയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലും മറ്റു പല ആനുകൂല്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടാണ് അവരെ ഈ മുഖ്യധാര സമൂഹത്തിൻ്റെ കൂടെ നിർത്തുന്നത്. അതെല്ലാ കാലത്തും അങ്ങനെ ഇങ്ങനെ സംവരണം കൊടുത്ത ആളുകളെ നിലനിർത്താമോ എന്നുള്ളൊരു ചോദ്യം പണ്ട് മുതലേ ഉയരുന്നുണ്ട്. അപ്പോൾ ഒരു നിശ്ചിത സമയത്തിൻ്റെ അകത്ത് അവർ മുഖ്യധാരയുടെ ഒപ്പം തന്നെ വരികയും അവർ അവരുടെ ബുദ്ധിപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും കായികപരമായിട്ടും ഒക്കെ ഈ മുഖ്യധാരയുടെ കൂടെ ചേർന്ന് കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ ആമയും മുയലും തമ്മിലുള്ള ഓട്ടപ്പന്തയം നമുക്കറിയാം. ആമക്ക് ജയിക്കാൻ വേണ്ടി മുയൽ ഒരിക്കലും ഓടാതിരുന്നിട്ടില്ല. പക്ഷേ ഈ കഥയിൽ മുയൽ ഉറങ്ങിപ്പോയത് കൊണ്ട് മാത്രമാണ് ആമ മുന്നോട്ട് പോയത്. അപ്പോൾ ആമയും ഓടുന്നു, മുയലും ഓടുന്നു. അപ്പോൾ ആമ മുയലിനെ തോൽപ്പിക്കാൻ തക്ക രീതിയിലേക്ക് ഓട്ടം പരിശീലിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് കരണീയമായ ഒരു കാര്യം. അപ്പോൾ മുയലിനോടൊപ്പം ഓടാൻ കഴിയാത്തത് കൊണ്ടാണ് ആമക്ക് നമ്മൾ ഒരു സംവരണം കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കൂ, ഭാഷാപരമായ അരികുവൽക്കരണം കാണാം. അതുപോലെ തന്നെ സാമ്പത്തികവും ജാതീയവും മതപരവുമായിട്ടുള്ള അരികുവൽക്കരണം അതെല്ലായിടത്തും ഉണ്ട്. നമ്മൾ അരികുവൽക്കരണം എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് അതിനെ വിവക്ഷിക്കാമോ എന്നുള്ളതൊരു തർക്കമുണ്ട്. എന്നും എവിടെയും ഈ ബലമുള്ളവനും ബലഹീനരും ഉണ്ട്. അപ്പോൾ ഈ ബലഹീനരെ ചേർത്ത് നിർത്തുക, അവരെയും മുഖ്യധാരയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് നമ്മൾ നിലവിലുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഭരണക്രമം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കൊക്കെ നാം പ്രത്യേക ആനുകൂല്യം കൊടുക്കുന്നതും അവരെ ഒട്ടും അരികുവൽക്കരിക്കപ്പെടാത്ത രീതിയിൽ ചേർത്ത് നിർത്തുന്നതൊക്കെ നമ്മുടെ ഈ സംവരണവും അതുപോലെയുള്ള മനുഷ്യത്വപരമായ നീക്കങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി തുടർന്നുള്ള ചർച്ചയിൽ ബാക്കി കാര്യങ്ങൾ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രവീന്ദ്രൻ പാടി സാറിൻ്റെ കൂടെ പലപ്പോഴും ഇത്തരം ചർച്ചകളിൽ പങ്കാളിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഇരിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഈ പെരുമഴയത്ത് വരാന്തയുടെ കഥ പറയുമ്പോൾ അത് കൂടുതൽ പ്രസക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. തകർത്തു പെയ്യുന്ന മഴയത്ത് ഒരു വരാന്തയും സുരക്ഷിതമല്ല. പിന്നെ അകത്തോട്ട് കയറാൻ പറ്റാത്ത ഒരു വരാന്തയിൽ പോലും ഇടം കിട്ടാത്ത സമൂഹത്തിൻ്റെ അവസ്ഥ നമുക്ക് വിവരണാതീതം കൂടിയാണ്. പലപ്പോഴും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ 2 പുസ്തകങ്ങൾ നമ്മുടെ കാസർഗോഡിൻ്റെ അരികുവൽക്കരിക്കപ്പെട്ടവരെ പ്രമേയമാക്കിക്കൊണ്ട് രചിക്കപ്പെട്ട 2 പുസ്തകങ്ങൾ, ഒന്ന് എന്മകജയും മറ്റൊന്ന് എച്ചിൽ ജീവിതവും. ഈ 2 പുസ്തകങ്ങൾ വച്ചുകൊണ്ട് അരികുവൽക്കരിക്കപ്പെട്ടവരെ നാം ഒന്ന് ചർച്ച ചെയ്യുമ്പോൾ വരാന്തയിൽ പോലും കയറി നിൽക്കാൻ അർഹതയില്ലാത്ത വിധം അകറ്റി നിർത്തപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തിൻ്റെ കഥകളാണ് ഇത് രണ്ടും നമ്മോട് പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം.എ. റഹ്മാൻ മുമ്പൊന്ന് എഴുതിയത് ഞാൻ ഓർത്തു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ നാട് ഉദുമയാണ്. ഉദുമയിൽ ഒരു കൊറക കുടുംബം അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് വന്നത്രേ. അവർ വരാന്തയിലാണ് താമസം ഉറപ്പിച്ചത്, ഒരു കടവരാന്തയിലാണ് അവർ താമസം ഉറപ്പിച്ചത്. 70കളിലെ കഥയാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ എൻഡോസൾഫാൻ്റെ ഒക്കെ കാലത്ത് നമ്മുടെ കശുവണ്ടി തോട്ടങ്ങൾക്ക് വേണ്ടി കുടിയിറക്കപ്പെട്ട കുറകന്മാർ
അവർ വന്നു കയറിയത്, അതിലൊരു കുടുംബം എത്തിപ്പെട്ടത് ഉദുമയിലാണ്. 5 അംഗങ്ങളുള്ള കുടുംബം. ഒരു കരിവീട്ടി പോലെ കരുത്തനായ ഒരു കൊറകമൂപ്പനും അദ്ദേഹത്തിൻ്റെ ഗർഭിണിയായ ഭാര്യയും 2 പെൺമക്കളും ഒരാണ് മകനും കൂടി 5 പേരടങ്ങുന്ന കുടുംബം അവിടെ വരാന്തയിൽ താമസമാക്കിയ കഥ അദ്ദേഹം പറയുന്നുണ്ട്. തുണി കൊണ്ടും ഓല കൊണ്ടും മറച്ചു കെട്ടി അവരവിടെ താമസിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു. ഭാര്യ പ്രസവിച്ചപ്പോൾ എമിലി എന്ന അന്നത്തെ ഒരു മിഡ് വൈഫ് വന്ന് അതിൻ്റെ ഗർഭശുശ്രൂഷകളൊക്കെ നടത്തി കൊടുത്തു. അവർ തിരിച്ചുപോയി. ആ കുടുംബത്തെക്കുറിച്ച് പറയുന്നു, രാത്രിയാകുമ്പോൾ ആ മകൻ തൻ്റെ കയ്യിൽ മൂർച്ചയുള്ളൊരു കൊടുവാളം പിടിച്ചുകൊണ്ട് നേരം പുലരുന്നത് വരെ ആ കുടുംബത്തിന് കാവലിരുന്ന കഥ അദ്ദേഹം പറയുന്നുണ്ട്. നേരം ഭയമാണ് അവരെ ഭരിക്കുന്നത്. അവർ കാട്ടിലാണ് താമസിച്ചിരുന്നത്. കാട്ടിൽ ഇഷ്ടംപോലെ അവർക്ക് വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് ചൂരൽ മുറിച്ചെടുത്ത് അവർക്ക് കൊട്ടമടഞ്ഞ് ജീവിക്കാമായിരുന്നു. മുത്താറിയും മറ്റുമൊക്കെ കൃഷി ചെയ്ത്, മധുരക്കിഴങ്ങൾ കൃഷി ചെയ്ത് അവർക്ക് തിന്നുകയും കുടിക്കുകയും ഉറങ്ങുകയും ചെയ്യാമായിരുന്നു. കാട് അവരെ ഭയപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ കാട്ടിൽ നിന്ന് അവരെ നാം സംസ്കൃതരാക്കി മാറ്റുക എന്നൊരു ഒരു പ്രമേയവുമായി, അല്ലെങ്കിൽ ഒരു വലിയ സ്വപ്നം സമൂഹത്തെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവരെ നാം കാടുകളിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു നാടുകളിലേക്ക്. പക്ഷേ കാടുകൾ അവർക്ക് ഭയമില്ലാത്തൊരു ലോകമായിരുന്നെങ്കിൽ നാട് അവരെ എത്രമാത്രം ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവസാനം ആ കുടുംബം പ്രസവ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞു പോയത്രേ. ആ എമിലിയുടെ ഭർത്താവിനെ പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ അദ്ദേഹം ആ കുടുംബത്തിൻ്റെ കഥ പറഞ്ഞ കഥ അദ്ദേഹം പറയുന്നുണ്ട്. എമിലി അവിടെ നിന്നും ട്രാൻസ്ഫറായി മഞ്ചേശ്വരത്തേക്ക് പോയി. ഈ നാടോടി കുടുംബവും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് താമസം മാറി. എവിടെയോ കടവരാന്തകളിലും വെളിം പ്രദേശങ്ങളിലുമൊക്കെ കൊട്ടമടഞ്ഞ് താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലം വരെ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒരു ദിവസം ഈ എമിലിയെ കാണാൻ വേണ്ടി ഒരു സ്ത്രീ വന്നത്രേ. അവളുടെ കയ്യിൽ ഒരു ഇലയിൽ പൊതിഞ്ഞൊരു ചെറിയ പൊതിയുമായി വന്ന് ആ എമിലിക്ക് അവരൊരു സമ്മാനം കൊടുത്തു. സമ്മാനം കൊടുത്തപ്പോഴാണ് എമിലി ഈ സ്ത്രീയെ ഒന്ന് നോക്കുന്നത്. അവൾ പണ്ട് താൻ പ്രസവമെടുത്ത ആ കടവരാന്തയിലെ സ്ത്രീയായിരുന്നത്രേ. അവൾ ആ നന്ദിയോടെയുള്ള ആ ഓർമ്മ, പ്രകൃതിയുടെ നന്മയും നന്ദിയുമാണ് അവൾ അവർക്ക് കൈമാറിയത്. ആ ഇല ഒന്ന് അഴിച്ചു നോക്കിയപ്പോൾ അതിൽ കണ്ടിരുന്നത് കശുവണ്ടി പരിപ്പുകളായിരുന്നു എന്ന് പറയുന്നു. തന്നെ എന്തു പറഞ്ഞാണ് തന്നെ നാട്ടിലേക്ക് ഇറക്കി വിട്ടതോ അതുതന്നെ നിങ്ങൾ ആഗ്രഹിച്ച് നമ്മൾ കൊതിച്ചത് അതാണ്. അതിനുവേണ്ടിയാണ് ഈ സമൂഹത്തെ നമ്മൾ നാട്ടിലേക്ക് ഇറക്കി വിട്ടത്. അതുതന്നെ സമ്മാനമായിട്ട് നാട്ടുകാർക്ക് അവർ കൊടുത്തുകൊണ്ടാണ് അവരുടെ നന്ദി പ്രകടിപ്പിക്കുന്നത്. നിഷ്കളങ്കമായ അവരുടെ മനസ്സിനെ അദ്ദേഹം വരച്ച് കാട്ടുന്നുണ്ട്. സത്യത്തിൽ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവരുടെ ഒരു നേർചിത്രമാണ്. നമുക്കറിയാം 40ഓളം പഞ്ചായത്തുകളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. അതിൽ 500 ഹെക്ടറോളമാണ് നമ്മുടെ ഇത് പ്ലാന്റേഷൻ കോർപ്പറേഷന് വേണ്ടി കശുവണ്ടി കൃഷി ഏർപ്പെടുത്തിയത് 5000 ഹെക്ടർ സ്ഥലങ്ങളിലാണ്. ഈ 5000 ഹെക്ടർ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത് ഏകദേശം 20 പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പോൾ കാസർഗോഡ് ജില്ലയുടെ പകുതി സ്ഥലങ്ങളിൽ നിന്നും അതിൻ്റെ ആദിമ നിവാസികളെ നാം കുടിയിറക്കിക്കൊണ്ടാണ് മറ്റൊന്ന് അവിടത്തേക്ക് നാം കൊണ്ടുവന്നത്. അതിൻ്റെ ആ വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന കഥകളാണ് ജയിൽ അംബികാസുധൻ മാങ്ങാട് നമ്മോട് പറയുന്നത്. ഒരൊറ്റ ഇരുപ്പിൽ വായിച്ചു തീർത്തു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് വേദനയും അതിന് സങ്കടമോ എന്തൊക്കെയോ കിരിയിരുപ്പുകൾ നമ്മുടെ മനസ്സിൽ ശേഷിപ്പിച്ചുകൊണ്ട് ദിവസങ്ങളോളം നമ്മെ അസ്വസ്ഥമാക്കും ആ ജയുടെ വായന എന്ന് പറയുന്നത്. അത്രമാത്രം അവരുടെ വേദനകളെ ആവാഹിച്ച് നമ്മിലേക്ക് തരാൻ അംബികാസുധന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു കഥയല്ല, ഒരു പച്ചയായ ജീവിതത്തിൻ്റെ ഒരു പച്ചയായ അവതരണമാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ നടത്തുന്നത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ അടുത്ത കാലം വരെ നിലനിന്ന വേദനകളാണത്. അവരെ നമ്മൾ നമ്മുടെ വെളിപ്രദേശങ്ങളിലൊക്കെ ഇരുന്ന് കൊട്ടമിടയുന്ന ആ കുറകരെ അടുത്ത കാലം വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇന്നെന്ത് സംഭവിച്ചു എന്നറിയില്ല. ഇത് നമ്മുടെ നാട്ടിൻ്റെ കഥ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലെ ഏകദേശം എല്ലായിടങ്ങളിലും ഇത് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ശരൺകുമാർ ലിംബാളയുടെ അക്കാമർഷി വായിച്ചത്. അദ്ദേഹം നമ്മുടെ മറാഠി എഴുത്തുകാരനാണ് ശരൺകുമാർ ലിംബാളെ. അദ്ദേഹത്തിൻ്റെ അക്കാമർഷി നിരവധി ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ട പുസ്തകമാണ്. നമ്മുടെ മലയാളത്തിൽ മാതൃഭൂമിയാണെന്ന് തോന്നുന്നത് പ്രസിദ്ധീകരിച്ചത്, അല്ലേ? മാതൃഭൂമിയാണത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് വായിച്ചത് ഓർക്കുകയാണ്. അതിൽ അദ്ദേഹം തൻ്റെ സ്വന്തം ജീവിത കഥയാണ് പറയുന്നത്.
25-ാമത്തെ വയസ്സിൽ ആത്മകഥ എഴുതിയ എഴുത്തുകാരനാണ് ശരൺകുമാർ ലിംബാളെ എന്ന് പറയുന്നത്. 25-ാമത്തെ വയസ്സിൽ ആത്മകഥ എഴുതാൻ മാത്രം എന്ത് ജീവിതാനുഭവമാണ് ഒരു മനുഷ്യനുണ്ടാവുക എന്നൊരു ചോദ്യം പ്രസക്തമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം വായിച്ചാൽ നമുക്കറിയും ഒരു യുഗം മുഴുവനും അനുഭവിക്കേണ്ട വേദനകളൊക്കെ 25 വയസ്സിനുള്ളിൽ അനുഭവിച്ച് തീർത്തിട്ടുണ്ട് അദ്ദേഹം എന്ന് ആ പുസ്തകം വായിച്ചാൽ നമുക്ക് ബോധ്യമാകും. അങ്ങനെ കുടിയിറക്കപ്പെട്ടവിടെ, മാറ്റി നിർത്തപ്പെട്ടവിടെ ഒരുപാട് വേദനകൾ നമ്മുടെ ഈ അടുത്ത കാലത്ത് എഴുത്തുകൾ പറയുന്നുണ്ട്. കുറച്ച് ദിവസം, ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ, ശരൺകുമാർ ലിംബാളയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. അപ്പോഴാണ് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മ വന്ന്, വീണ്ടും എൻ്റെ ഓർമ്മയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന്, വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച പുസ്തകമായിട്ടും അതിലെ ചില രംഗങ്ങളൊക്കെ ഇന്നും മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവരുടെ വേദനകളും കഥകളും അത് വായിക്കുമ്പോഴാണ് നാം എത്ര സൗഭാഗ്യവാന്മാരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. നമ്മളിന്ന് ഒരുപക്ഷെ വരാന്തയിലായിരിക്കാം നമ്മൾ നിൽക്കുന്നത്, അത്രയും സുരക്ഷിതരാണ് നമ്മൾ, അല്ല? ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഏത് അകത്തോ പുറത്തോ എന്നൊരു സംശയം നമുക്കുണ്ട് എന്നൊരു വസ്തുതയാണ്. എങ്കിൽ പോലും നമുക്ക് വരാന്തയിൽ കയറി നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വരാന്തയിൽ നിൽക്കാൻ പോലും അർഹതയില്ലാത്ത സമൂഹം നമുക്കിടയിൽ ഉണ്ട് എന്ന തിരിച്ചറിവ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം ചർച്ചകളെ മുന്നോട്ട് പോകേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇനിയും ചർച്ചകൾ ഇടപെടാമെന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് കൈമാറുകയാണ്. ഈ 2025 ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളെ നാരായണ മേനോൻ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ട് ഏകദേശം 100 വർഷം കിടക്കുകയാണ്. അപ്പോൾ ആ പാവങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണല്ലോ, അതിലെ കഥാപാത്രത്തിൻ്റെ സഹോദരിയും സഹോദരിയുടെ 8 മക്കളും ഇദ്ദേഹത്തിൻ്റെ ചെലവിലാണ്, അല്ലെങ്കിൽ ഇദ്ദേഹമാണ് അദ്ദേഹത്തെ പോറ്റുന്നത്. അങ്ങനെ ഒരു ദിവസം സഹോദരിയെയും സഹോദരിയുടെ 8 മക്കളും പട്ടിണി കാരണം അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി തൊട്ടടുത്ത പട്ടണത്തിലേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു കടയിൽ നിന്ന് റൊട്ടി കഷ്ണം മോഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിന് 5 വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കുന്നുണ്ട് എന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. അങ്ങനെ ഏകദേശം 3 വർഷത്തിന് ശേഷം അദ്ദേഹം ജയിൽ ചാടാൻ ശ്രമിക്കുകയും വീണ്ടും പിടിക്കപ്പെടുകയും നീണ്ട 19 വർഷക്കാലമാണ് അദ്ദേഹം തടവിലാവുന്നത്. പിന്നീട് ജയിൽ മോചിതനായ ആ രാജ്യത്തെ ഏറ്റവും നല്ലൊരു മനുഷ്യനായി അദ്ദേഹം മാറുന്നുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത്, ഒന്ന് വിശപ്പടക്കാൻ വേണ്ടി ഒരു റൊട്ടി കഷ്ണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ നീണ്ട 19 കാലം അദ്ദേഹം ശിക്ഷപ്പെടുകയാണ്. നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ 2018 ഫെബ്രുവരിയിൽ നടന്ന ഒരു സംഭവം. കാരണം മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വിശക്കുന്നതിന് വേണ്ടി അരി മോഷ്ടിച്ചതിൻ്റെ പേരിൽ മനുഷ്യർ എന്ന് വിശേഷിപ്പിക്കുന്നവർ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും, മനുഷ്യർ എന്ന് വിശേഷിപ്പിക്കുന്ന ചിലർ, മൃഗങ്ങളുടെ സ്വഭാവം പുറത്തള്ളുന്നവർ, അവർ അദ്ദേഹത്തെ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഉടുതുണി കൊണ്ട് കൈക്ക് വിലങ്ങിയേൽപ്പിച്ച് അദ്ദേഹത്തെ ആൾക്കൂട്ട ഇരയിൽ അദ്ദേഹം പെടുന്നുണ്ട്. അങ്ങനെ ഈ മലയാളി എന്ന നിലക്ക് കഴിഞ്ഞ ഒരു 7 വർഷമായി നമ്മൾ ലോകത്തിൻ്റെ മുന്നിലുള്ള ഈ ഒരു പ്രശ്നത്തിൽ തലതാഴ്ത്തി നടക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മളൊന്ന് കേരളത്തിലെ തന്നെ, കാസർഗോഡ് നഗരത്തിലൂടെ തന്നെ ഒന്ന് രാത്രിയൊക്കെ ഒന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ വരാന്തകളിൽ നമുക്ക് കുറേ പേരിങ്ങനെ കിടക്കുന്നത് കാണാം. അവരുടെ ശരീരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നേരം പോലും ഭക്ഷണം കിട്ടാത്ത പലരും നമുക്കതിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സുഹൃത്ത് ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി. തിരുവനന്തപുരമുള്ള ഒരു യാത്രയിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഏകദേശം ഒരു 4-5 മിനിറ്റോളം ഹൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു വടയും ചായയും കുടിക്കുമ്പോൾ തൊട്ടടുത്ത ട്രാക്കിലേക്ക് പോകുമ്പോൾ ഒരു പാവപ്പെട്ടൊരു വയോധികൻ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റിൽ നിന്ന് ആരോ കഴിച്ചു ബാക്കിയാക്കിയ വടയുടെയും ചമ്മന്തിയുടെയും വേസ്റ്റ് എടുത്ത് കഴിക്കുന്ന ഒരു വേദനാജനകമായ ഒരു രംഗമാണ് തൊട്ടടുത്ത മുമ്പുള്ള നമ്മുടെ ഒരു സുഹൃത്ത് അനുഭവത്തിൽ പങ്കുവെക്കുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള മനുഷ്യരെ, നമുക്ക് ഭക്ഷണം പോലും ലഭിക്കാത്ത അനേകായിരം മനുഷ്യരെ നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പുതിയൊരു കാലഘട്ടത്തിലും നമ്മുടെ ജില്ലയിലും അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ ഇത്രയേറെ വിശപ്പനുഭവിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടത്? അവരും യഥാർത്ഥത്തിൽ വരാന്തയിലാണല്ലോ. വരാന്തയിൽ അല്ലാതിരിക്കുകയാണെങ്കിൽ വിശപ്പനുഭവിക്കുന്ന മനുഷ്യരെ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടും ഇടപെടുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ മോഡറേറ്റർ ഈ വിശപ്പ് അനുഭവിക്കുന്ന ആളുകളുടെ ഒരു നേർചിത്രം നമുക്ക് മുമ്പിൽ വരച്ച് കാണിച്ചു.
വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങളെയും അതുപോലെ തന്നെ പാലക്കാട്ട് അരി മോഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ അടിച്ച് കൊല്ലപ്പെട്ട മധുവിൻ്റെ ചിത്രമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരച്ച് കാണിച്ചു. ഇതുപോലെയുള്ള എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരാതെ മറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ബോധ്യം. നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ നഗരങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടുംപുറങ്ങളിലൊക്കെ പട്ടിണി കൊണ്ട് മരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ പലപ്പോഴും കുറവായിരിക്കാം, എങ്കിലും ഉണ്ട്. അത് പോഷകാഹാരക്കുറവ് കൊണ്ട് എന്നോ അല്ലെങ്കിൽ പിന്നെ അസുഖം കൊണ്ട് എന്നോ ഒക്കെയാണ് നമ്മളത് ചിത്രീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞ ഈ കൊറകന്മാർ, അവർ പിന്നെ ഒരു പ്രാക്തന ഗോത്രത്തിൽപ്പെടുന്ന ഒരു ജനവിഭാഗമാണ്. എത്രയോ വർഷങ്ങളായിട്ട് വളരെ ആദിവാസി വിഭാഗത്തിൽ വരുന്ന വളരെ പുരാതനമായ ഒരു ജനവിഭാഗമാണ് ഈ കൊറകർ എന്ന് പറയുന്നത്. അപ്പോൾ അവരൊരു കാലത്ത് ഈ നാട്ടിലെ ഒരു രാജവംശത്തിൽപ്പെട്ട ആളുകളാണ് എന്നാണ് ചരിത്രം പറയുന്നത്. അവർക്കൊരു രാജാവുണ്ടായിരുന്നു, ഹുബാഷിക എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ അവർ നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജവംശം ഇക്കേരി നായ്ക്കന്മാർ വരികയും അവരാക്രമിക്കുകയും അവർ പ്രാണരക്ഷാർത്ഥം കാടുകളിലേക്ക് കുടിയേറിയെന്നും അവർ പിന്നെ അവിടെ തന്നെയായി കാട്ടിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തിന്ന് കാട്ടിലെ വട്ടിയും കുട്ടയൊക്കെ മടഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ഒരു ജനവിഭാഗമായിട്ട് അവർ മാറി. നാട്ടിലേക്ക് വരാൻ അവർക്കായില്ല. അപ്പോൾ അവരെണ്ണം, അപ്പോൾ ആ കാലത്ത് അവർ 10,000-ഓളം ആൾക്കാരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവരുടെ എണ്ണം 1000 ചില്ലറ മാത്രമാണ്. പലരും ഈ വംശം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാനമായിട്ട് കാരണം പറയുന്നവരുടെ ഈ പിന്നെ പോഷകാഹാരം കിട്ടാത്തത് കൊണ്ടും അവർക്കിടയിലുള്ള ഈ ക്ഷയരോഗം പോലെയുള്ള രോഗഭീതിയും അതുപോലെ തന്നെ പ്രസവിക്കുമ്പോഴുള്ള മരണങ്ങളും ഒക്കെ കൊണ്ടാണ് അവരുടെ ജനസംഖ്യ തുലവും കുറഞ്ഞുപോയി. പിന്നെ അവർ നന്നായിട്ട് മദ്യപിക്കും, പുകയില ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അവരുടെ വംശം തന്നെ ഇപ്പോൾ ഏതാണ്ട് അന്യം നിന്ന് പോകുന്നൊരു പിന്നെ കാലമാണ്. കൊറകർ പ്രധാനമായിട്ട് ഈ പതിയെടുക്ക, അതുപോലെ തന്നെ കുമ്പടാജെ, എൺമേഗജെ ഇങ്ങനെ തുടങ്ങിയ കുറച്ച് പ്രദേശങ്ങളിലാണ് അവരുണ്ടായിരുന്നത്. അപ്പോൾ അതിലിപ്പോൾ അടുത്ത കാലത്തായിട്ട് അവർ ഒരു വിഭാഗത്തെ പിന്നെ ക്രിസ്ത്യൻ മതത്തിലേക്ക് അവർ പരിവർത്തനപ്പെടുകയും അങ്ങനെ പിന്നെ ക്രിസ്ത്യൻ കൊറകൻ അതുപോലെ ഹിന്ദു കൊറകൻ ഇങ്ങനെ 2 വിഭാഗമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അവരെ മതം മാറ്റി എന്തെന്ന് പറഞ്ഞാൽ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ മിഷണറീസ് അവരൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരെ ക്രിസ്ത്യൻ മതത്തിലേക്ക് പിന്നെ മാറ്റിയത്. എങ്കിലും അവരുടെ നില ഒട്ടും ഭേദപ്പെട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഏതാണ്ടൊരു 30% ക്രിസ്ത്യൻ കുറകന്മാരും ബാക്കി ഹിന്ദു കുറകന്മാരും ആയിട്ടാണ് ഇവരെ ഗണിച്ചു വരുന്നത്. ഹിന്ദു കുറകന്മാർ എന്ന് പറയുമ്പോൾ പോലും അവർക്ക് ഹിന്ദു മതവുമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ചടങ്ങുകളായിട്ടോ യാതൊരു ബന്ധവുമില്ല. അവരിപ്പോഴും അവരുടേതായ രീതിയിലുള്ള ചില വിശ്വാസ പ്രമാണങ്ങളൊക്കെ ആചരിച്ചുകൊണ്ട് അവരിങ്ങനെ ഈ വട്ടിയും കുട്ടയും നെയ്ത് ചൂഷണത്തിൻ്റെ ഇരയായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അവർക്ക് നമ്മുടെ സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവരിലേക്ക് എത്താതെ ഈ ഇടയാളുകൾ തട്ടിയെടുക്കുകയും ഇവരുടെ അവസ്ഥ പിന്നെയും പഴയതിലും പരിതാപകരമായിട്ട് തുടരുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഇവിടെ തന്നെ ഈ പർഡാല കൊറക കോളനി, അവിടെയൊക്കെ അവരെ പുനരധിവസിപ്പിക്കാനൊക്കെ ഒരുപാട് ഫണ്ടൊക്കെ സർക്കാർ ചെലവഴിച്ചു. പക്ഷെ എന്നിട്ടും അത് എവിടെയും ഏശിയില്ല എന്നുള്ളതാണ് കഥ. പിന്നെ അവരുടെ വിദ്യാഭ്യാസം, പലരും 10ാം ക്ലാസ് ആകുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോകുന്നു. അത് കഴിഞ്ഞവർക്കും ഒരു ജോലി കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാനോ ഒന്നും നമ്മുടെ അധികൃതർ വേണ്ടത്ര ഒരു താല്പര്യം എടുക്കുന്നില്ല. ഇവിടെ പൈവളികയിലോ മറ്റൊരു മീനാക്ഷി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾ MA ആയി B.Ed ആയി, പലരും സഹായത്തോടു കൂടിയിട്ടാണ് പഠിച്ചത്. എന്നിട്ടും അവൾക്കൊരു സ്ഥിരമായൊരു ജോലി
ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവരുടെ മേലെയുള്ള നമ്മുടെ ഈ ഭരണകൂടത്തിൻ്റെ ഒരു ശ്രദ്ധയും കരുതലും വേണ്ടത്ര കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ അവർക്ക് ഈ അവകാശങ്ങളെക്കുറിച്ചിട്ടും അവരുടെ കർത്തവ്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നല്ല ബോധമില്ല. അത് പിടിച്ചു വാങ്ങാനുള്ള ശേഷിയും അവർക്കില്ല. അപ്പോൾ അവർ കൊല്ലം പോകും തോറും അവരുടെ എണ്ണം കുറഞ്ഞു വരികയും ആ വംശം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിന് പ്രതിവിധിയായിട്ട് ചില വിദഗ്ധന്മാർ പറഞ്ഞത്, ഇവർക്കിടയിൽ ഒരു മിശ്രവിവാഹം അവരെ കൺവേർട്ട് ചെയ്തിട്ട് അവരുടെ സ്ത്രീകളെ മറ്റു ജാതിക്കാർ കല്യാണം കഴിക്കുന്നു, അവരുടെ പുരുഷന്മാരെ കൊണ്ട് മറ്റു ജാതിയിലുള്ള സ്ത്രീകളെ കല്യാണം കഴിപ്പിക്കുന്നു. അപ്പോൾ ഇവർ കുറെ കൂടി ഭേദപ്പെടും, അവരുടെ നിറന്മാരും അവരുടെ സ്വഭാവമൊക്കെ മാറിയിട്ട് നന്നാകും എന്നാണ് ഇവരൊരു കാൽക്കുലേഷൻ. പക്ഷെ അതെങ്ങനെ നടക്കും? ഇവരൊരു പ്രാക്തനമായൊരു ജനസമൂഹമാണ്. ആ ജനസമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിലേക്കാണ് ആ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവർക്ക് അവരെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കാനും അവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാനും അവർക്ക് വിദ്യാഭ്യാസവും തൊഴിലും ഒക്കെ ലഭ്യമാക്കാനുമുള്ള പദ്ധതികളാണ് കൊണ്ടുവരേണ്ടത്. അത് കൃത്യമായിട്ട് അവർക്ക് ലഭ്യമാകുന്നു, അവർക്കത് കിട്ടുന്നു എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. എൻ്റെ ആദ്യപടി എന്നുള്ള നിലയിൽ അവരെ ബോധവൽക്കരിക്കുക, അവരെ പുനരുദ്ധരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവരുടെ ഇടയിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ടി ശബ്ദമുയരും എന്നുള്ളൊരു കാലം അതെത്രയോ വിദൂരാണ്. ഇപ്പം ചില ജനസമൂഹങ്ങളുടെ ഇടയിൽ നിന്ന് അവരുടെ നായകൻ തന്നെ വരികയും ആ ജനസമൂഹത്തിന് മൊത്തം വെളിച്ചം പകരുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നാം ലോകത്തിൻ്റെ പല ഭാഗത്തും കാണാറുണ്ട്. അറേബ്യയിലൊക്കെ പ്രവാചകന്റെ വരവോട് കൂടിയിട്ടാണ് അതുവരെ ഉണ്ടായ അന്ധകാരം നീങ്ങിപ്പോയത്. നമ്മുടെ നാട്ടിലും ചില സാമൂഹ്യ നവോത്ഥാന നായകന്മാർ ഇവർ വന്നതോട് കൂടിയിട്ടാണ് ആ ജനസമൂഹത്തിന് ആകെ ഒരു പുനരുദ്ധാരണം ഉണ്ടായത്. നാരായണ ഗുരു ആയിക്കോട്ടെ, അയ്യങ്കാളി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇവിടെ ഈ കുറകന്മാരുടെ ഇടയിലൊക്കെ പ്രവർത്തിച്ച സ്വാമി ആനന്ദതീർത്ഥൻ തുടങ്ങിയ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ആനന്ദതീർത്ഥൻ്റെയൊക്കെ ഒരു കർമ്മ ഭൂമിയാണ് ഈ ബദിയെടുക്കുക എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം ഇവിടുത്തെ ഈ കുറകന്മാരുടെ ചാളകളിലും ഒക്കെ കയറി ഇറങ്ങി അവർക്ക് ഈ പാളയിലും ചിരട്ടയിലൊക്കെ ഭക്ഷണം കൊടുക്കുന്നതിനൊക്കെ എതിർക്കുകയും അവരുടെ കുട്ടികളെ ബാർബർ ഷോപ്പിൽ മുടിമുറിക്കാൻ അവർക്ക് അനുവാദമില്ലാത്ത കാലഘട്ടത്തിൽ ഇദ്ദേഹം ബലമായിട്ട് ബാർബർ ഷോപ്പിലൊക്കെ കൊണ്ടുപോയി പൈസ കൊടുത്ത് മുടിമുറിപ്പിച്ച സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ വേദി, ഒന്നാം വേദി നടക്കുന്ന ആ സ്ഥലത്ത് മുമ്പൊരു ഹോട്ടലുണ്ടായിരുന്നു. ഒരു പഞ്ചി മേസ്ത്രി എന്ന് പറയുന്ന ഒരു കീഴ്ജാതിക്കാരൻ ഒരു ഹോട്ടൽ നടത്തിയിരുന്നു. ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഷെഡ്. ഈ പഞ്ചി മേസ്ത്രി ഈ മൊഗേർ സമുദായത്തിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ ആ സമുദായക്കാർക്ക് അന്ന് ബദിയെടുക്കയിലെ ഈ കൊങ്ങിണിയന്മാരും പട്ടന്മാരും അതേപോലെയൊക്കെയുള്ള ഷെട്ടിമാരൊക്കെ നടത്തിയിരുന്ന ഹോട്ടലുകളിൽ അവർക്ക് പ്രവേശനം ഉണ്ടായില്ല. അപ്പോൾ അവരെ പുറത്തിറക്കിയിട്ട് ചിരട്ടയിലും പാളയിലൊക്കെയാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. അപ്പോൾ അവർ ദൂരെ മാറിയിരിക്കണം. എന്നിട്ട് അവർ കൊണ്ടുവച്ച ചിരട്ടയിലേക്ക് കൈ തട്ടാത്ത രീതിയിൽ ഇവർ ചായ ഒഴിച്ചു കൊടുക്കും. പൈസയും അവിടെ വെച്ചിട്ട് പോകണം. അവർ പോയതിന് ശേഷം ഇവർ പൈസ എടുത്തുകൊണ്ട് പോകും. അങ്ങനെയൊക്കെയുള്ളൊരു കാലമായിരുന്നു. ആ സമയത്ത് ഈ പഞ്ചി മേസ്ത്രി എന്ന് പറയുന്ന മൊഗേർ സമുദായത്തിലെ ഒരാൾ, അയാളുടെ ആത്മാഭിമാനം ഉണരുകയും അയാൾ അന്നത് പുറമ്പോക്ക് ഭൂമിയായിരുന്നു, അവിടെ ഒരു ഷെഡ് പണിയുകയും അവിടെ അദ്ദേഹത്തിൻ്റെ ജാതിക്കാർക്കും അതിലും താണ ജാതിക്കാർക്കൊക്കെ വേണ്ടിയിട്ടൊരു ഹോട്ടൽ തുറന്നു. അതിൽ കഞ്ഞിയും അതുപോലെ തന്നെ ചായയും കിഴങ്ങ് പുഴുങ്ങിയതും കപ്പക്കറിയും ഒക്കെ വെച്ച് അവർ നല്ല പാത്രങ്ങൾ സദ്യ കൊടുത്തു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ഉന്നത ജാതിക്കാരുടെ ആത്മാഭിമാനം ഉണരുകയും അവർ ഈ ഹോട്ടൽ പൂട്ടിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ ഈ പഞ്ചി മേസ്ത്രി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അത് വളരെ ചരിത്രപ്രധാനമാണ്. ഞാൻ ഉസ്താദിനോട് നേരത്തെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ ജാതിക്കാർക്ക് വേണ്ടി ഞങ്ങൾ ഹോട്ടൽ തുറന്നാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം?
അഥവാ നിങ്ങൾ പ്രശ്നമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അടുക്കളയിൽ വെള്ളം തിളക്കുന്നുണ്ട്, ആ ചൂടുവെള്ളം നിങ്ങളെ മേത്തേക്ക് തേവും, ജീവൻ വേണമെങ്കിൽ പൊയ്ക്കോ എന്ന് അദ്ദേഹം പറയുകയും ഇവർ പിന്തിരിഞ്ഞു പോവുകയും ചെയ്തൊരു സംഭവം. സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് ഈ സംഭവം. അതുപോലെയുള്ള ചില ഒറ്റയാൾ പ്രതിരോധങ്ങൾ നമ്മുടെ നാട്ടിൻ്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു രമണി ടീച്ചർ ഉണ്ടായിരുന്നു മധൂറിൽ. അപ്പോൾ അവര് ഇതേ പറയുന്ന ഈ കീഴ്ജാതിയിൽപ്പെട്ട ഒരു ടീച്ചറാണ്. അവർ അംബേദ്കറിൽ നിന്നും ആനന്ദ തീർത്ഥനിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രചോദനത്തിൽ അവർ വളരെയധികം കഷ്ടപ്പെട്ട് പഠിക്കുകയും ഒരു ടീച്ചറാവുകയും അവർ ഒരു മാതൃകാ അധ്യാപികക്കുള്ള അവാർഡ് വാങ്ങുകയും ചെയ്ത ഒരു ടീച്ചർ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ അപൂർവം ചിലർ മാത്രമേ ഈ വെല്ലുവിളികളെയൊക്കെ തരണം ചെയ്തിട്ട് രംഗത്ത് വന്നിട്ടുള്ളൂ. അല്ലാത്തവരെയൊക്കെ ഇങ്ങനെ ഈ ഉന്നത കുലജാതരും നമ്മുടെ നിലവിലുള്ള സംവിധാനമൊക്കെ അടിച്ചമർത്തുന്ന ഒരു കാഴ്ച മാത്രം ആണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരുപാട് ജാതികളുണ്ട്. അതുപോലെ തന്നെ ഭാഷാപരമായൊരു അരികുവൽക്കരണം നമ്മുടെ നാട്ടിൽ നേരിടുന്നുണ്ട്. ഇപ്പൊ നോക്ക്, നമ്മുടെ നാട് ഇപ്പോൾ ഇത് കേരളത്തിന്റെ ഭാഗമാണ്, മലയാളമാണ് ഇവിടുത്തെ ഭരണഭാഷ. അങ്ങനെ ഇരിക്കുമ്പോഴും ഇവിടെ കന്നഡികര്, തുളുവര്, അതുപോലെ തന്നെ മറാത്തികള്, ഉറുദു സംസാരിക്കുന്ന ആളുകള്, കൊങ്ങണി ഭാഷക്കാര്, അതുപോലെ ലിപി ഉള്ളതും ലിപി ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഏതാണ്ട് ഒരു 35-ൽ പരം ഭാഷകൾ ഇവിടെയുണ്ട്. ആ ജനവിഭാഗങ്ങളുടെ ശബ്ദം നമ്മുടെ ഭരണകൂടങ്ങളിൽ എവിടെയും പതിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കന്നഡികര് അവർ വളരെ സ്ട്രോങ് ആണ്. അവർ വിലപേശിയിട്ട് അവരുടെ ഭാഷയിലുള്ള ബോർഡുകളും ഉത്തരവുകളും ഒക്കെ ഇവിടെ നേടിയെടുക്കുന്നുണ്ട്. തുളുക്കാർക്ക് അത്ര സ്ട്രോങ് അല്ല. അതുപോലെ തന്നെ മറാത്തികളും അതുപോലെ തന്നെ ഈ ഉറുദുക്കാർക്കൊന്നും ഇവിടെ വോയിസ് ഇല്ല. അവർക്ക് അവരുടെ മാതൃഭാഷയിൽ സംസാരിക്കാനോ ആവിഷ്കാരം നടത്താനോ ഒക്കെയുള്ളൊരു സാഹചര്യമില്ല. അവരുടെ മാതൃഭാഷ അവരുടെ വീട്ടിൽ അവരുടെ കുടുംബക്കാരോട് മാത്രം സംസാരിച്ചിട്ട് അവരുടെ സങ്കടം തീർക്കുകയാണ്. അവർക്ക് ഈ ഭരണകൂടങ്ങളിൽ ഇടപെടാനാകുന്നില്ല. ഇതും ഒരു കാര്യമായൊരു അരികുവൽക്കരണമാണ്. വിശപ്പിനെ കുറിച്ചാണ് തുടങ്ങിയത് അല്ലേ? ഇന്ന് ലോകത്തിൻ്റെ വലിയൊരു പ്രശ്നം തന്നെയാണ് വിശപ്പ്. അതോടൊപ്പം തന്നെ സ്വത്ത് നഷ്ടപ്പെട്ടു പോയൊരു സമൂഹത്തിൻ്റെ വേദന വെറും വിശപ്പ് മാത്രമല്ല, അതിനപ്പുറം പലതുമാണ് അവിടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ. അവിടെ സംസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അവിടെ ഭാഷകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അവിടെ കൂടിച്ചേരലുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അവിടെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, എല്ലാറ്റിൽ നിന്നും ആട്ടിയോടിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് പലർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ശരൺകുമാർ ലിംബാളെ ഒരു അദ്ദേഹം സങ്കടത്തോടെ പറയുന്നൊരു വാക്കുണ്ട്: ദൈവം ഞങ്ങളെ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചു, പക്ഷെ ദൈവത്തിന് ഒരു അബദ്ധം പറ്റിപ്പോൾ ഞങ്ങൾക്ക് വയറും തന്ന്, അതാണ് വലിയ പ്രശ്നമെന്ന്. അദ്ദേഹം സങ്കടത്തോടെ എഴുതുന്ന എഴുത്താണ്. ആ എഴുത്തിലെ മറ്റർത്ഥങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് വയറ് തരേണ്ടായിരുന്നു എന്ന്. വയറ് തന്നത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്. ചത്ത പശുക്കളെ മുഴുവനും ഞങ്ങൾക്ക് തിന്നേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? ചത്ത പശുക്കളെ കുഴിച്ചിടുകയല്ല, ഞങ്ങൾ തിന്നുകയാണ് ചെയ്തിരുന്നത് അല്ലെ? മേൽജാതിക്കാരൻ്റെ പശുവിനെ ഞങ്ങൾ പോറ്റണം, അതിന് പുല്ല് ഞങ്ങൾ കൊടുക്കണം, അതിൻ്റെ ചാണകങ്ങൾ ഞങ്ങൾ വൃത്തിയാക്കണം, അതിന് തീറ്റ ഞങ്ങൾ കൊടുക്കണം. പക്ഷേ ആ ആലയിൽ നിൽക്കാനുള്ള അർഹത പോലും ഞങ്ങൾക്ക് സമൂഹം തന്നിട്ടില്ല എന്ന് സങ്കടപ്പെടുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലേക്ക് കഥയും അത് തന്നെ ആയിരുന്നു അല്ലെ? മേൽജാതിക്കാരന് ഈ കീഴ്ജാതിക്കാരൻ്റെ നിഴല് കൊള്ളുന്നത് പോലും അശുദ്ധമായിരുന്നു. നമ്മുടെ നാട്ടിൽ നിഴല് കൊള്ളുന്നത് പോലും അശുദ്ധമായിരുന്നു. അവൻ്റെ വീട്ടിൽ ഒരു പട്ടിയെങ്കിലും ഞാൻ ആയിരുന്നെങ്കിൽ എന്ന് സങ്കടപ്പെട്ടു പോയ പലരും നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇപ്പോഴും പുറമേ നമുക്കിടയിൽ നിന്ന് ഇതൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അകം അത്രയൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് വസ്തുത. നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഇന്നും ആ സമൂഹം വരാന്തയിലേക്ക് നമ്മൾ അവരെ കയറ്റി നിർത്തിയിട്ടില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഒരു താഴ്ന്ന ജാതിക്കാരൻ ഏതെങ്കിലും ആവട്ടെ, ഒരു താഴ്ന്ന ജാതിക്കാരൻ ഇവിടെ ഒരു ഹോട്ടൽ നടത്തിയാൽ എത്ര നാൾ ആ ഹോട്ടൽ നിലനിൽക്കും, എത്ര പേര് ആ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും എന്ന് ചോദിച്ചാൽ അത് ഇന്നും ചോദിക്കേണ്ട ആ ചോദ്യത്തെ തന്നെ പലപ്പോഴും പലരും മറ്റൊന്നായി ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും ആ ചോദ്യം ഇന്നും പ്രസക്തമാണ് എന്നത് ഒരു വസ്തുതയാണ്.
ആ അർത്ഥത്തിൽ സമൂഹത്തിലെ വിശക്കുന്നവർക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്നും നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതിൽ നിന്നൊക്കെ നാം ഉൾക്കൊള്ളേണ്ട പാഠവും അതാണ്. നേരത്തെ പറഞ്ഞ സ്വാമി ആനന്ദതീർത്ഥൻ, അദ്ദേഹം ഒരുപാട് കർമ്മങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് മർദ്ദനങ്ങളും അക്രമങ്ങളും അദ്ദേഹം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. മധൂർ അമ്പലത്തിൽ നിന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തത്, അല്ലെ, വല്ലാതെ ആക്രമിച്ചത്, അല്ലേ, അകൽപ്പാടിയിൽ വെച്ചാണ് അദ്ദേഹത്തെ വല്ലാതെ കയ്യേറ്റം ചെയ്തും ആക്രമിക്കുകയോ ചെയ്തത്. അദ്ദേഹം ഈ താഴ്ന്നയാരിക്കാരെയും കൂട്ടി ഹോട്ടലിൽ കയറും. അവർക്ക് ദൂരെ മാറിയെന്ന് ചിരട്ടയിൽ ചായ കുടിക്കേണ്ട അർഹതയേ ഉണ്ടായിരുന്നുള്ളൂ. അവരെയും പിടിച്ചുകൊണ്ട് അദ്ദേഹം ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. അവരുടെ കുട്ടികളെ അദ്ദേഹം നിർബന്ധപൂർവ്വം കൊണ്ടുപോയി ബാർബർ ഷോപ്പിൽ കയറ്റി. അതൊക്കെ അന്നത്തെ വലിയ വിപ്ലവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്കറിയാം, നമുക്കിടയിൽ ഇന്ന് ഈ ഒരു രൂപത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരല്ലെങ്കിൽ പോലും വിശക്കുന്നവർ നമുക്കിടയിലുണ്ട്. അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പേരെ ഈ തരുണത്തിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. ഷെയ്ഖുന സയ്യിദ് താഹുൽ ഹദൽ തങ്ങൾ അത്തരമൊരു വ്യക്തിയാണ്. MA ഉസ്താദ് ആ അർത്ഥത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ്. ഒരുപാട് പാവപ്പെട്ടവരെ, കഷ്ടപ്പെടുന്നവർക്ക് വഴികാട്ടി കൊടുത്ത, അവർക്ക് ഉന്നതങ്ങളിലേക്ക് അവരെ കൈപിടിച്ചു വരുത്തി വഴി നടത്തിയ ഒരുപാട് പേർ നമുക്കിടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അക്കൂട്ടരെ കൂടി ഈ വരാന്ത ചർച്ച ചെയ്യുമ്പോൾ നാം ഓർക്കണം എന്ന് മാത്രം ഉണർത്തി അവർക്കൊക്കെ അവരുടെ സ്മരണകൾക്ക് മുന്നിൽ നമ്മുടെ ചിന്തകളെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമുക്ക് അവസാനിക്കാൻ സമയമായിട്ടുണ്ട്. ഉസ്താദിനോട് ഒരു കാര്യം കൂടി ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു. വരാന്ത എന്ന് പറയുന്നത് വിശാലമായ ഒരു ടോപ്പിക് കൂടിയാണ്. നമ്മൾ കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവിൻ്റെ വേദിയിൽ കൂടിയാണല്ലോ. കാസർഗോഡിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം ഉന്നത വിദ്യാഭ്യാസം നേടണമെങ്കിൽ നമുക്ക് ഇതര സംസ്ഥാനത്തെയും ഇതര ജില്ലകളെയും ആശ്രയിക്കേണ്ടി വരികയാണ്. കേരളത്തിലെ 13 ജില്ലകളിലും ഏറ്റവും ലേറ്റസ്റ്റായ വേർഷനിൽ വികസനങ്ങൾ തകൃതിയായി നടക്കുമ്പോഴും കാസർഗോഡ് ജില്ലയെ 4 വേലിക്കകത്ത് കൂട്ടിക്കൊണ്ട് ഭരണാധികാരികൾ ഇങ്ങനെ പുറങ്കാല് കൊണ്ട് ഇങ്ങനെ ചവിട്ടുന്ന ഒരു രംഗമാണ് നമ്മളിങ്ങനെ അനുഭവിക്കുന്നത്. അത് നമ്മൾ ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നം മാത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ വിഷയത്തിൽ ദിവസങ്ങളോളമായി പലരും ചർച്ച ചെയ്യപ്പെടുന്നു. നമുക്കതിന് ശാശ്വതമായ ഒരു പരിഹാരം കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ കാസർഗോഡ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വരാന്തവൽക്കരിക്കപ്പെട്ട ഒരു ജില്ലയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ജാഥ തുടങ്ങാൻ പറ്റിയ ഒരു ജില്ലയായ ഒരു സ്ഥലമായിട്ടാണ് കാസർഗോഡ് ജില്ലയെ കാണുന്നത്. നമുക്ക് ഈ വരാന്ത എന്ന ടോപ്പിക്കിൽ കാസർഗോഡ് ജില്ലയെക്കുറിച്ചും കൂടെ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും. തീർച്ചയായിട്ടും നമ്മുടെ ടി ഉബൈദാണെന്ന് തോന്നുന്നു. ടി ഉബൈദ് പറഞ്ഞ കേരള സംസ്ഥാന രൂപീകരണ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പാടിയൊരു പാട്ടുണ്ട്, പിന്നെ വിടതരികമ്മേ കന്നഡദാത്രി കേരള ജനനി വിളിക്കുന്നു എന്നാന്ന് തോന്നുന്നു അദ്ദേഹം പാടിയത്. വിടതരികമ്മേ കന്നഡദാത്രി കേരള ജനനി വിളിക്കുന്നു. കർണാടകം എന്ന എൻ്റെ പോറ്റമ്മേ എന്നെ ഒന്ന് വിട്, എൻ്റെ അമ്മ കിടന്ന് വിളിക്കുന്നുണ്ട്, കേരളം എന്ന അമ്മ എന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോറ്റമ്മ നമുക്ക് ഭക്ഷണം തരുന്നവരാണ്. നമ്മെ പ്രസവിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഭക്ഷണം തരുന്നവരാണ് പോറ്റമ്മ. പക്ഷെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആ അവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്നും കാസർഗോഡ് ജില്ലയെ പോറ്റുന്നത് കർണാടകമാണ്, മംഗലാപുരമാണെന്ന് വിദ്യാഭ്യാസ രംഗത്താട്ടെ, ബിസിനസ് രംഗത്താട്ടെ, ഏത് മേഖലകളിലും കർണാടകമാണ് എന്നൊരു വസ്തുതയാണ്. എന്നല്ല, നമ്മൾ ഇപ്പോഴും ആ ആശ്രിതത്വത്തിൽ നിന്ന് മോചിതരാവാനുള്ള ശ്രമങ്ങളൊന്നും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ബോധപൂർവം ഉണ്ടാകുന്നില്ല എന്നൊരു വസ്തുതയാണ്. നമ്മളെ എൻഡോസൾഫാൻ്റെ കാലത്ത് ഒരുപാട് ചിന്തകളും ചർച്ചകളും ആ വഴിക്ക് നടന്നിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ന് തന്നെ നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞെങ്കിൽ മാത്രമേ വസ്തുതകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണമല്ലോ. യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതുവരെ ആ വഴിക്കുള്ള ഒരു ചിന്തയോ ചർച്ചയോ നമ്മുടെ ജില്ലയിൽ നടത്തിയിട്ടില്ല എന്നതും, പിന്നെ പലപ്പോഴും ഒരു സ്വകാര്യ മേഖലയിൽ വരുന്നതിന് പോലുമുള്ള പ്രോത്സാഹനങ്ങൾ പോലും അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. ആ അർത്ഥത്തിൽ എല്ലാ പ്രക്ഷോഭങ്ങളും വിജയിച്ചൊരു നാട്ടിൽ, എല്ലാ പ്രക്ഷോഭങ്ങൾക്കും നേരത്തെ പറഞ്ഞ പോലെ ജാഥകൾക്കൊക്കെ തുടക്കമാവുന്ന ഒരു നാട്ടിൽ നിന്ന് ഒരു പുതിയ പ്രക്ഷോഭത്തിനുള്ള അതിൻ്റെ അന്ത്യം ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമങ്ങൾ കൂടി നമുക്കിടയിൽ നിന്ന് ഉണ്ടായെങ്കിൽ മാത്രമേ അതിന് മാറ്റം വരികയുള്ളൂ. പുതുതലമുറയെങ്കിലും ആ വിഷയത്തിൽ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളെ ചർച്ചാ സംഗമം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അകത്താര് പുറത്താര് വരാന്ത മാനിഫെസ്റ്റോ എന്ന ഈ ചർച്ചാ സംഗമത്തിൽ പങ്കെടുത്ത രവീന്ദ്രൻ പാടി സാർ, സുലൈമാൻ കരിവള്ളൂർ ഉസ്താദ്, അതേപോലെ തന്നെ ഇവിടെ സദസ്സിൽ നമ്മളെ വീക്ഷിച്ച വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എല്ലാവർക്കും
സംഘടനയുടെ കൃതജ്ഞതകൾ അറിയിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.